ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കാലിലെ മരപ്പ് ഷുഗർ രോഗികളുടെ ഡേഞ്ചർ സൈൻ അപകട സിഗ്നലാണെന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ പാലാ. പലപ്പോഴും പ്രമേഹ രോഗികൾ വന്ന് പറയും, എനിക്ക് കാലിന് മരപ്പുണ്ട് ഡോക്ടറെ, ഒന്ന് പരിശോധിച്ച് നോക്കണമെന്ന് പറയും. അപ്പോൾ അതൊരു ഡേഞ്ചർ സിഗ്നൽ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഒരു 10 വർഷം ഒക്കെ ആയിക്കഴിയുമ്പം ന്യൂറോപ്പതി എന്ന് പറയും, കാലിന് നാഡികളെ ഷുഗർ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ പലപ്പോഴും ഷുഗർ ഹൈ ആയിട്ടുള്ളവർക്കാണ് കൂടുതലായിട്ട് പ്രശ്നം വരിക. ഷുഗർ കൺട്രോളില്ല, HbA1c ഒക്കെ 7ന് മുകളിലായിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പം ഗ്ലൈക്കോസിലേഷൻ പ്രോഡക്ട്സ് കുറച്ച് സാധനങ്ങൾ ഗ്ലൂക്കോസ് ബ്രേക്ക്ഡൗൺ പ്രോഡക്ട്സ് വന്നിട്ട് ഞരമ്പിനെ ബാധിച്ച് ആദ്യം നമുക്ക് മരപ്പായിട്ട് വരും, പിന്നെ ഒരു കുത്തൽ പുകച്ചിലൊക്കെ ആയിട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമ്മൾ ആദ്യം മരപ്പ ഉണ്ടായിരിക്കും, പിന്നെ നമുക്ക് ചെറിയ വല്ലതും കൊണ്ട് ഇൻഫെക്ഷൻ വരും, ഒരു അൾസറാവും, പിന്നെ ഗാംഗ്രീൻ എന്ന് പറയും, പിന്നെ രക്തോട്ടക്കുറവൊക്കെ വന്നിട്ട് നമുക്ക് കാല് മുറിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും നമ്മൾ ഇതൊരു അപകട സിഗ്നൽ പറയുകയാണെങ്കിൽ നമുക്ക് ലോസ് ഓഫ് ലിംബ്, നമുക്ക് കാലിൻ്റെ വിരൽ, കാലിൻ്റെ പാദം, കാലൊക്കെ നഷ്ടപ്പെടാൻ ഇടയാക്കും. ഇപ്പോൾ നമുക്കത് ക്രമേണ കുറഞ്ഞിട്ടുണ്ട്, കാരണം ആൾക്കാരെ കുറച്ച് അവെയറാണ്. അപ്പോൾ ഇതിന് നമുക്ക് 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രേഡിംഗ് ഉണ്ട്. ആദ്യത്തെ ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിൻ്റെ തുമ്പിൽ മാത്രം മരവിപ്പ് വരുന്നു. പാദത്തിലോട്ട് വരുമ്പോൾ ഗ്രേഡ് 2 എന്ന് പറയും. കാല് മുട്ടിന് താഴെ വരുമ്പോഴത്തേനും ഗ്രേഡ് 3 എന്ന് വരും. പിന്നെ റെഡ് ഫ്ലാക്സ് എന്ന് പറയുമ്പോൾ ഈ മരപ്പിനോട് ഒന്നിച്ച് വന്നെങ്കിൽ ഒരു മുറിവ്, അല്ലെങ്കിൽ കളർ വ്യത്യാസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി ആയിട്ട് ഡോക്ടറെ കണ്ട് ചികിത്സിക്കണം. പലപ്പോഴും നമ്മൾ ചികിത്സ താമസിപ്പിക്കുന്നതനുസരിച്ച് വിരൽ നഷ്ടപ്പെടാനും പാദം നഷ്ടപ്പെടാനും ഈവൻ കാല് മുട്ടിന് താഴെ മുറിച്ച് മാറ്റാനൊക്കെ ഇടയാക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം ഇത് സെൻസേഷൻ്റെ തന്നെ പ്രശ്നമില്ല, ബ്ലഡ് സപ്ലൈ, അതായത് താഴോട്ട് രക്തോട്ടക്കുറവും ഒന്നിച്ചുണ്ടാകും. കൊളസ്ട്രോൾ കാണാം, കൊളസ്ട്രോളിൽ രക്തക്കുറവ് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ രക്തോട്ടക്കുറവ്, പിന്നെ സെൻസറി ലോസ്, അതായത് ന്യൂറോപ്പതി വരുന്നുണ്ട്, മരവിപ്പ് വരുന്നുണ്ട്. ഇതുകൂടെ ഹൈ ഷുഗർ കൂടെ ആകുമ്പം 3 കൂടെ കൂടുമ്പം നമ്മളൊരു ഡേഞ്ചർ, ഒരു അപകട സ്ഥിതിയിലേക്ക് മാറും. ഇതിന് ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും കാൽ എക്സാമിൻ ചെയ്യണം. സെൽഫ് എക്സാമിനേഷൻ ഓഫ് ഫുട്ട് എന്ന് പറയും. പലപ്പോഴും നമുക്ക് തന്നെ നോക്കാൻ പലർക്കും പാടായിരിക്കും. ഒരു കണ്ണാടിയോ ടോർച്ചൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ കൊണ്ട് വീട്ടിലുള്ള ഒരാളെ കൊണ്ട് നോക്കുക. കാലിൻ്റെ അടിഭാഗം, വിരലിൻ്റെ അട, പാദം മൊത്തത്തിൽ, അല്ലെങ്കിൽ ഉപ്പൂറ്റിയൊക്കെ നോക്കുക. ചെരുപ്പര വല്ലതും കൊണ്ടിട്ടുണ്ടോ എല്ലാം നോക്കുക. ചിലപ്പോൾ കൊണ്ട് നല്ല സെൻസേഷൻ അല്ലെങ്കിൽ കാലെ കുത്തിക്കൊണ്ടിരിക്കും. ചില മുള്ളുകൾ, ചെറിയ പൊടിക്കല്ലുകൾ, ചെറിയ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാലിൽ ശ്രദ്ധിക്കാതെ വന്ന് കൊണ്ടുവരുന്ന മുറിവുണ്ടാക്കി അത് കരിയാതെ വരും, ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെരുപ്പ്, MCR ചപ്പലുകൾ ഉപയോഗിക്കും, മൈക്രോസലാർ റബ്ബർ. അതിൻ്റെ അത് നമുക്ക് നല്ല സോഫ്റ്റാണ്, പ്രഷർ ഏരിയ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു വെയിറ്റ് കൂടുതലായിട്ട് വരികയില്ല. അതുകൊണ്ട് നമുക്ക് ഈവനായിട്ട് പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടും അതെപ്പോഴും ഒരു ചൂട്, തണുപ്പ്, മരവിപ്പൊക്കെ ഉള്ള സെൻസേഷൻ അത്രയ്ക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് പരിക്കുകൾ വരുന്ന കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു ഹാർഡും അണ്ണിവിനാൾ ചെരുപ്പിടുമ്പോഴത്തേനും അങ്ങോട്ട് പ്രഷർ കൂടുതൽ വരാനും, അവിടെ ഒരു മുറിവ് വരാനും, ഒരു കാലസ്, ഒരു തടുപ്പ് വരാനും, തഴം പോലെ വരാനും, അതിൻ്റെ ഇടയിൽ ഒരു അൾസർ വരാനൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കും. പിന്നെ 3-ാമത്തെ കാര്യം നമ്മൾ ഷുഗർ കൺട്രോളാണ്. HbA1c എപ്പോഴും 7 ആക്കുക. അപ്പോൾ ഷുഗറിൻ്റെ ആവറേജ് 3 മാസം കൊണ്ട് നോക്കുമ്പോൾ 7% കുറവാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം പലരെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ വളരെ മോശമായിരിക്കും. എപ്പോഴും HbA1c കൂടുതലായിരിക്കും, ഷുഗർ അൺകൺട്രോൾ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും നമുക്ക് കാലിന് മരവിപ്പ് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഡോക്ടറെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ 2 ടെസ്റ്റുകളുണ്ട്. ഒന്ന് മോണോഫിലം, 10 ഗ്രാം മോണോഫിലം ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ 135 അപ്പോൾ ഓൾട്ടർനേറ്റീവുള്ള വിരലിൻ്റെ തുമ്പത്ത് തൊട്ട് നോക്കും. 2 പേര് അറിയാമെങ്കിൽ അത് മരപ്പാന്നുള്ളത്, 2 അറിയത്തില്ലെങ്കിൽ മരപ്പിലേക്ക് നമ്മൾ ന്യൂറോപ്പതി ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള 2-3 ടെസ്റ്റുകൾ. പിന്നെ 24 ടെസ്റ്റ്, അത് വൈബ്രേഷനാണ് കൂടുതൽ നോക്കുന്നത്. നമുക്ക് വൈബ്രേഷൻ സെൻസേഷൻ ഉണ്ട്. 128 ഹെർട്സ് 24 നമ്മൾ പിടിപ്പിച്ച് നോക്കും, വൈബ്രേഷൻ അറിയാൻ പറ്റും. ഇങ്ങനെ 2-3 ടെസ്റ്റുകളുണ്ട്. അപ്പം പ്രധാനമായിട്ട് നമ്മൾ സെൽഫ് എക്സാമിനേഷൻ, പിന്നെ ഷുഗർ കൺട്രോൾ, പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഇതും വെച്ച് നമ്മൾ ഡോക്ടറെ കാണാതിരിക്കുക. എന്തെങ്കിലും മരവിപ്പ് സാധനം തുടങ്ങുമ്പോൾ ഡോക്ടറെ കണ്ട് പറയണം മരവിപ്പാണ്. അതിന് മെഡിസിൻസ് ഉണ്ട്, അത് കഴിക്കുമ്പോൾ കുറേയെല്ലാം മാറും ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ ഡോക്ടറെ കണ്ട് കാല് പരിശോധിക്കണം, പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിക്കണം, ഷുഗർ കൺട്രോൾ ചെയ്യണം. അതുകൂടെ കൊളസ്ട്രോളിനെ അതും ട്രീറ്റ് ചെയ്യണം. കാലരുടെ രക്തോട്ടം ഉണ്ടെന്ന് ഡോക്ടർ സ്റ്റഡിയൊക്കെ ചിലപ്പം ചെയ്യേണ്ടി വരും. രക്തോട്ടക്കുറവുണ്ടെങ്കിൽ മുറിവ് കരിയാതെ വരും. ഒരു അൾസർ വന്ന് നമുക്ക് ഇൻഫെക്ഷൻ വന്ന് മുറിവ് കരിയാതെ വന്ന് നമുക്ക് കാല മുറിക്കേണ്ട ഒരു സ്ഥിതിയിൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെപ്പോഴും സൂക്ഷിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കാലിൻ്റെ മരവിപ്പ് ഒരു ഡേഞ്ചർ സൈനാണെന്ന് പറയുന്നത്. താങ്ക് യു.